ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഫോട്ടോവും വീഡിയോകളെല്ലാം സേവ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിലായിരിക്കും. ഈ ഗൂഗിൾ ഫോട്ടോസിൻ്റെ സ്റ്റോറേജ് ഫുള്ളായ എങ്ങനെ പരിഹരിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരു ഫോട്ടോ പോലും ഡിലീറ്റ് ചെയ്യാതെ തന്നെ നമുക്കത് പരിഹരിക്കാൻ കഴിയും. അതിനായി നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ photos.google.com എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസിലെത്തും. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന 3 ലൈൻസ് ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ടോപ്പിൽ കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. താഴോട്ട് പോകുമ്പോൾ ഇവിടെ കാണാൻ കഴിയും 15 GB 1.8 GB ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ശകലം മേലോട്ട് പോകുമ്പോൾ സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഒറിജിനൽ ക്വാളിറ്റിയിലായിരിക്കും എല്ലാം കിടക്കുന്നത്. അത് നമ്മൾ മാറ്റി സ്റ്റോറേജ് സേവർ എന്നുള്ളതിൽ ആക്കി കൊടുക്കുക. ക്വാളിറ്റിയിൽ ഒരു ചെറിയ കുറവുണ്ടാവും. അതിന് മാനേജ് സ്റ്റോറേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജിലെത്തും. ഇതിൽ നിന്ന് മേലോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും കൺവേർട്ട് എക്സിസ്റ്റിംഗ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ടു സ്റ്റോറേജ് സേവർ എന്നുള്ളത്. അപ്പോൾ ബ്ലൂ കളറിൽ താഴെ ലേൺ മോർ എന്ന് കൊടുത്തിട്ടുണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ താഴെ കാണുന്ന ഈ സ്ക്വയറിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കംപ്രസ് എക്സിസ്റ്റിംഗ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ചെയ്യുന്നില്ല, എനിക്ക് സ്പേസ് അവിടെ ധാരാളമായിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്യുന്നില്ല. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസിൻ്റെ അനുസരിച്ച് ശകലം സമയമെടുക്കും. ഒറ്റ ഫോട്ടോസ് പോലും ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്പേസ് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.